نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹധനരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്വർഗം, ആ ഒരു വാക്ക് കേൾക്കുന്നത് പോലും നമുക്ക് സന്തോഷമുണ്ടാക്കുന്നതാണ്. പലപ്പോഴും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ വാക്കുകൾ പറയുമ്പോൾ ആ പേര് കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്. ചില ആളുകളുടെ വീടിനെ കുറിച്ച് പറയും, ഒരു സ്വർഗതുല്യമായ വീടാണത്. അതിന് പല അർത്ഥങ്ങളുമുണ്ട്. ഒന്നുകിൽ ആ വീടിന്റെ വിശാലതയോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾ തമ്മിലുള്ള ഇണക്കങ്ങളോ ഒക്കെ അതിന് കാരണമായി എണ്ണാറുണ്ട്. ചില ആളുകളുടെ ജോലിയെ കുറിച്ച് പറയും, അവൻ ശരിക്ക് സ്വർഗത്തിലാ തോന്നിപ്പോകും, അത്രയും സൗകര്യങ്ങളാണ്. ഇവിടെയെല്ലാം നമ്മൾ സ്വർഗത്തെ എണ്ണുന്നത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു കേന്ദ്രമായിട്ടാണെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു സ്വർഗത്തിലെത്താൻ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാം അവൻ്റെ ഏറ്റവും ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്വർഗം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും മാത്രമല്ല, അതിനു വേണ്ടിയുള്ള പരിശ്രമം കൂടി ഒരു വിശ്വാസിയിലുണ്ടാവും. ആർക്കാണ് സ്വർഗം കിട്ടുക എന്നുള്ളത് അള്ളാഹു വ്യക്തമായി ഖുർആനിൽ പറഞ്ഞു. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 107-ാമത്തെ ആയത്ത്, ഇന്ന് നമ്മൾ ഓതിയ ആയത്ത്. അള്ളാഹു ഖുർആനിലൂടെ പറയുകയാണ്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് കാനത് ലഹും ജന്ന
ജന്നാത്തുൽ ഫിർദൗസി നുസ്ലാ ഇന്നല്ലദീന ആമനൂ തീർച്ചയായും വിശ്വസിക്കുകയും വഅമിലുസ് സ്വാലിഹാത്ത് സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തവർ കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസ്ലാ അവർക്കാകുന്നു സ്വർഗീയമായ ആ സൽക്കാരങ്ങൾ ലഭിക്കുന്നത് അവർക്കാണ്. സ്വർഗം കിട്ടണമെങ്കിൽ ഈമാൻ ഉണ്ടാവണം, അമലു സ്വാലിഹാത്ത് ഉണ്ടാവണം. ഇതില്ലാതെ ഒരാൾ പേരുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തൂല. ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലുണ്ട് എന്നതുകൊണ്ട് അയാൾക്ക് സ്വർഗം ലഭിക്കാൻ സാധ്യതയില്ല. മറിച്ച് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അയാളിൽ ഉണ്ടാവണം. എന്നാൽ ജീവിതത്തിന്റെ പല മേഖലകളിലും അവൻ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യും. വെറുതെ ലഭിക്കുന്നതല്ല സ്വർഗം. ഒരിക്കലും വെറുതെ ഒരാൾ ജന്മം കൊണ്ട് സ്വർഗത്തിലെത്താൻ കഴിയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പർഷിപ്പ് കൊണ്ട് സ്വർഗത്തിലെത്താൻ കഴിയുക, അതില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വരികയാണ്, മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വരുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ പറ്റും, ശരീരമാസകലം മുറിവുകളുമായിട്ടാണ് വരുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ അദ്ദേഹത്തെ മർദ്ദിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ എല്ലിന്റെ വെളുപ്പ് കാണുമാറ് ആഴത്തിലുള്ള മുറിവുകൾ പറ്റി അതിൽ നിന്നും രക്തമൊലിക്കുന്ന സമയത്ത് ആ ഒലിക്കുന്ന രക്തത്തിന്റെ ഭാഗത്ത് തന്റെ കൈ വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കടന്നു വരിക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കുക, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണില്ലേ? അത്രയേറെ പ്രയാസങ്ങളാണ് ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമായതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചത് ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ടാ. അതൊരിക്കലും ഒരു പക്ഷേ നമുക്കൊരു സമാധാനത്തിന്റെ വാക്കായിട്ടല്ല, മറിച്ച് ഒരു ബോധ്യപ്പെടുത്തലാണ്. സ്വർഗമാകുന്ന സുഖം വേണോ എങ്കിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്ത് ഓതിയത് എന്താണെന്നറിയോ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാ വസുൽസിലു. ഖുർആനിന്റെ ആയത്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത് എന്താണെന്നറിയോ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗ്ഗത്തിൽ അങ്ങ് കടക്കാമെന്ന്? ഒരു പ്രയാസമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, കേവലം ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ മെല്ലെ സ്വർഗത്തിലേക്ക് എത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുൻഗാമികൾക്ക് മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാ വസുൽസിലു, അങ്ങേയറ്റം പ്രയാസങ്ങൾ സഹിച്ച് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് അവർക്ക് എപ്പോഴാണ് എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം എന്ന് ചോദിക്കുമാറ് അവർക്ക് അങ്ങേയറ്റം പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നിനു പുറകെ ഒന്നായി വന്നതിന് ശേഷം ആയിട്ടല്ലാതെ അവർക്ക് സ്വർഗം കിട്ടുമോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മുസ്ലിമായതിന്റെ പേരിൽ, അല്ലാഹനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെ വലിയ ഒരു കുടിയുണ്ടാക്കി ആ കുടിയിലേക്ക് ഇറക്കി വെച്ച് അവരുടെ ശരീരം രണ്ടായി പിളർക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഖബ്ബാബ്. അവര് മുസ്ലിമായതിന്റെ പേരിൽ അവരുടെ ശരീരത്തിലെ ഓരോ മാംസവും മാന്തിപ്പൊളിക്കുന്ന രൂപത്തിൽ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് അവരുടെ മജ്ജയും മാംസവും മാറ്റുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഖബ്ബാബ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം അതിശയോക്തിയോടുകൂടി പറഞ്ഞതല്ല. മുസ്ലിമാണോ പരീക്ഷണങ്ങൾ ഉണ്ടാകും. പരീക്ഷണങ്ങളില്ലാതെ സ്വർഗം നേടാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സ്വർഗം ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു പക്ഷേ ഓരോ മാസവും ഓരോ രാജ്യങ്ങൾ, അവിടെയെല്ലാം മുസ്ലിമീങ്ങൾ പരീക്ഷണങ്ങൾ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് കാണുമ്പോൾ നിരാശയല്ല, ഒരു വിശ്വാസിക്ക് നിരാശയല്ല ഉണ്ടാവേണ്ടത്. മറിച്ച് അള്ളാഹുവിന്റെ ഒരു തീരുമാനമുണ്ട്. ഓരോ മുസ്ലിമിന്റെയും ഈമാൻ അളക്കാൻ വേണ്ടി, അവന്റെ ഈമാനിനെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പല പ്രതിസന്ധികളും വെക്കും. അവിടെ ഒരു വിശ്വാസി ക്ഷമിച്ചും സഹിച്ചും ഒരിക്കലും അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത വാക്കോ പ്രവർത്തനോ ഇല്ലാതെയായിരിക്കും അവൻ ജീവിക്കുക.
കുറച്ചു കാലം മുമ്പ് വരെ ഫലസ്തീനായിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ സിറിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കപ്പെടുന്ന എല്ലാ മുസ്ലിമിന്റെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകുമാറാവട്ടെ. സ്വസ്ഥതയും സമാധാനവും ഉള്ള ഒരു ജീവിതം ഈ ലോകത്തും പരലോകത്തും അല്ലാഹു അവർക്കും നമുക്കും നൽകുമാറാവട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? പരീക്ഷണങ്ങളിലൂടെ മാത്രമാണ് സ്വർഗം നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ ആ സ്വർഗത്തിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്? അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരൊറ്റ ആയത്ത് മതി ആ സ്വർഗത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ. അല്ലാഹു ഖുർആനിലൂടെ പറയാണ്, വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾക്കവിടെ അഥവാ ആ സ്വർഗത്തിൽ നിങ്ങളുടെ മനസ്സുകൾ എന്താണോ കൊതിക്കുന്നത് ആ കൊതിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ആഗ്രഹിക്കുന്ന നേരത്ത് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും കൊതികളുമെല്ലാം തീർക്കുന്ന രൂപത്തിലെല്ലാം അവിടെ ഉണ്ടായിരിക്കും. ഈ ഒരൊറ്റ വാക്ക് മതി സ്വർഗം എന്താണെന്ന് മനസ്സിലാക്കാൻ. എന്താഗ്രഹിച്ചാലും എന്ത് താല്പര്യപ്പെട്ടാലും എല്ലാം ലഭിക്കുന്ന ഒരു ലോകം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗം ഇത്രയേറെ മഹത്തരമേറിയതാണെങ്കിൽ അത് കിട്ടാനുള്ള ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങളെ കുറിച്ച് ഒരു പക്ഷേ നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്വസ്ഥമായ ജീവിതത്തിൽ സമാധാനപൂർണമായ ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന 5 കാര്യങ്ങളെ കുറിച്ച് മാത്രം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയും? സ്വർഗം ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ് നിസ്കരിക്കുക എന്നുള്ളത്, നമസ്കാരത്തിന്റെ കാര്യം എന്നുള്ളത്. സ്വർഗത്തിന്റെ കവാടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ കൂട്ടത്തിൽ ഒരു കവാടത്തിന്റെ പേരാണ് ബാബുസ്സലാ, നിസ്കാരത്തിന്റെ വാതിൽ. കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ കവാടത്തിലൂടെ കയറാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ഈ ഒരു വാചകം നമ്മളോട് പറയേണ്ടതുണ്ടോ? നമ്മളെല്ലാവരും നമസ്കരിക്കുന്നവർ തന്നെയാണ്. എങ്കിലും വ്യക്തി ജീവിതത്തിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും ഒരു അശ്രദ്ധ, ഒരു താല്പര്യക്കുറവ്, ഒരു മടി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഒന്നുകിൽ തീരെ നമസ്കരിക്കാത്തവരാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചാൽ അത് കുറച്ചുകൂടി കഴിയട്ടെ, ആ ജമാഅത്ത് ഒന്ന് തുടങ്ങട്ടെ, ജമാഅത്ത് തുടങ്ങിയാലും അത് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, അതല്ലെങ്കിൽ ഈ ഒരു കച്ചവടം ഒന്ന് തീരട്ടെ, അല്ലെങ്കിൽ ഇന്ന ഒരു ആവശ്യം ഒന്ന് കഴിയട്ടെ എന്ന് തീരുമാനിച്ച് അതിന്റെ അവസാനത്തിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ. ചില ആളുകളാവട്ടെ അശ്രദ്ധമായിക്കൊണ്ട് ആ നമസ്കാരം ഒഴിവാക്കുന്ന അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ ഗൗരവപ്പെട്ടൊരു വാചകം, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു കാര്യം പ്രവാചകരെ എനിക്ക് അറിയിച്ചു തരാമോ എന്ന് മുആദ് റളിയല്ലാഹു അൻഹു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം എന്താണെന്നറിയോ? യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന വയുബാഇദുനി മിനൻ നാർ. അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് വിട്ടൊഴിയുന്നതുമായ ഒരു കാര്യം നിങ്ങൾ എനിക്ക് അറിയിച്ചു തരാമോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലഖദ് സഅൽതനി അൻ അദീം. തീർച്ചയായും ഗൗരവപൂർണമായിട്ടുള്ള വളരെ മഹത്തരമായ ഒരു കാര്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. വ ഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹു അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നവർക്ക് എന്നാൽ നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യവുമാണത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറയുകയാണ്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യം എന്താണെന്നോ? തഅബുദുല്ലാഹ്, നീ അല്ലാഹുവിനെ ആരാധിക്കണം, വലാ തുശ്രികു ബിഹി ശൈആ, അവനിൽ ഒരാളെയും പങ്കു ചേർക്കരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വതുഖീമുസ്സലാ, നീ നമസ്കാരം നിലനിർത്തണം. നിസ്കരിക്കണം എന്നല്ല പറഞ്ഞു, നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞു. പിന്നെയാണ് എന്നൊക്കെ പറയുന്നത്. അഥവാ നോമ്പെടുക്കുക, സകാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക എന്നുള്ളതൊക്കെ പിന്നീടാ പറയുന്നത്. ഇവിടെ നിങ്ങൾ ഖുർആനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഖാമത്തുസ്സലാ എന്നാണ്. നമസ്കാരം നിലനിർത്തുക, നിസ്കരിക്കുക എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം.
നമസ്കാരം നിലനിർത്തണം. അതിന് ചില നിബന്ധനകളുണ്ട്. കൃത്യമായിട്ടുണ്ടാകുക, അതിൽ കണിശമായിട്ടുണ്ടാവുക. ഈ കൃത്യതയും കണിശതയും ഖുർആനിൽ പറഞ്ഞതാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴെങ്കിലും നിർവഹിക്കേണ്ട ഒന്നല്ല. ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. വഖ്ത് നിർണയിക്കപ്പെട്ടതാണ്, സമയം നിർണയിക്കപ്പെട്ടതാണ്. ഈ സമയത്തല്ല ഒരാള് സുബഹി നിസ്കരിക്കേണ്ടത്. ഈ സമയത്തല്ല. ഏറ്റവും സിമ്പിളാക്കി പറഞ്ഞ അതാണ്. സുബഹിനൊരു സമയമുണ്ട്, ആ സമയത്ത് നിസ്കരിക്കാം. ളുഹറിനൊരു സമയമുണ്ട്, ആ സമയത്ത് നിസ്കരിക്കണ്ടേ. ഞാൻ അവിടെ എനിക്ക് ആ സമയത്ത് കുറച്ച് തിരക്കിലായിപ്പോയി. എന്നിട്ട് നമ്മൾ തോന്നിയ സമയത്ത് നമസ്കരിക്കല്ല. ഖുർആനിന്റെ വാചക പറയണത് മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം സമയബന്ധിതമാണ്, സമയം നിർണയിക്കപ്പെട്ടതാണ്. ആ നിർണയിച്ച സമയത്ത് തന്നെ നിർവഹിക്കണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം. നരകത്തിൽ എത്തപ്പെടുന്ന ആളുകളുടെ കാര്യമുണ്ട്. നരകത്തിൽ എത്തപ്പെടുന്ന കുറ്റവാളികളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാ നരകത്തിൽ എത്തുന്നത്? അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. അവര് പറയുന്ന വാക്കെന്താണെന്നറിയോ? നരകക്കാരോട് ചോദിക്കുക, നീ എന്തുകൊണ്ടാണ് നരകത്തിലെത്തിയതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാ, ലം നകു മിനൽ മുസല്ലീൻ, ഞാൻ നിസ്കരിക്കുന്നവരായിരുന്നില്ല, ആ നിസ്കരിക്കുന്ന വിഭാഗത്തിൽ ഉണ്ടായിരുന്നില്ല. അത് തീരെ നിസ്കരിക്കാത്ത ആളെന്നുള്ള അർത്ഥത്തിലൊന്നല്ല. നമ്മൾ സ്വയം പരിശോധിക്കണം നമ്മുടെയൊക്കെ നിസ്കാരത്തിൻ്റെ ഒരു അവസ്ഥ. ബാക്കിയൊന്നുമില്ല, ബാക്കിയൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ഒരു പക്ഷേ നമ്മളൊക്കെ നമ്മുടെ മകളെ ഒരാൾക്ക് കല്യാണം ആലോചിക്കുന്ന സമയത്ത് പോലും അയാൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ, അയാൾ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ, അയാൾ നോമ്പെടുക്കുന്നുണ്ടോ ഒന്നും ചോദിക്കാറില്ല. അയാൾ പള്ളിയിൽ പോണ ആളാണോ, അയാൾ നിസ്കരിക്കണ ആളാണോ, അയാൾ ജമാഅത്തിൽ പങ്കെടുക്കാറുണ്ടോ? ഒരു മുസ്ലിമിന്റെ പ്രകടമായ അടയാളാണ്, പ്രകടമായ അടയാളം. എന്നാ പ്രിയപ്പെട്ടവരെ, ആ പ്രകടമായ അടയാളത്തിൽ പോലും കുറവ് വരുന്നുണ്ടോ? നമുക്ക് പ്രകടമായ അടയാളത്തിൽ പോലും കുറവ് വരുന്നുണ്ടോ? നമ്മുടെയൊക്കെ ഈമാനിനെ അളക്കാൻ വേണ്ടി ചോദിക്കല്ല, നമ്മൾ സ്വന്തത്തോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്വന്തത്തോട് ചോദിക്കാം, ഞാനൊരു മുസ്ലിം എന്നല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിസ്കാരാണ്. പേര് പറഞ്ഞിട്ടില്ല. ഒരു രണ്ടാൾ ഇന്ന പേരിലുള്ള ആളുകളായിരിക്കും എന്നല്ല പറഞ്ഞേ. അവര് ചേലാകർമ്മം ചെയ്യപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഇന്ന ആളുകൾ ചെയ്യപ്പെടാത്തവരാണ്, അല്ല, അതല്ല പറഞ്ഞേ. തർക്കുസ്സലാ, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ അവൻ മുസ്ലിം അല്ല, അവൻ മുസ്ലിം അല്ല. അത്ര ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഒരു കർമ്മത്തിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവപ്പെട്ട കാര്യം. എത്രത്തോളം എന്നാൽ, ഒരാള് നിസ്കരിക്കുന്ന കാര്യത്തിൽ അള്ളാഹ് അത്ഭുതപ്പെട്ട ചില രംഗങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, ഒരു ആട്ടിടയനായ ഒരു മനുഷ്യനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്താം. ആ ആട്ടിടയൻ ഏതോ ഒരു മലയുടെ മുകളിൽ പോയി, അയാൾക്ക് തൊട്ടടുത്ത് പള്ളിയോ സൗകര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ അയാളുടെ കാര്യത്തിൽ അല്ലാഹു അത്ഭുതപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഅജബു റബ്ബുക്കും മിൻ റാഇ അനമിൻ ഗനമിൻ ഫീ റഅസി ശദിയത്തിൻ ബിജബലിൻ. ഒരു ആട്ടിടയനായ മനുഷ്യന്റെ കാര്യത്തിൽ അല്ലാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു. എന്താണ് ആട്ടിടയന്റെ പ്രത്യേകത? അയാള് ആളുകളിൽ നിന്നെല്ലാം വിട്ട് ഒരു മലയുടെ മുകളിലുള്ളത്, തൊട്ടടുത്തൊന്നും എവിടെയും സൗകര്യങ്ങളില്ല. പക്ഷേ യുഅദ്ദിനു ബിസ്സലാ, നമസ്കാരത്തിന്റെ സമയമായപ്പോ അയാള് ബാങ്ക് വിളിച്ചു, എന്നിട്ടോ വയുസല്ലി, അവൻ നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാളുടെ കാര്യത്തിൽ അള്ളാഹ് അത്ഭുതം. എന്നിട്ട് അള്ളാഹ് പറയും അത്രേ, ഫയഖൂലു അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഉൻദുറു ഇലാ അബ്ദി, ദാ എന്റെ ഈ അടിമയിലേക്ക് നോക്ക്, ഹാദാ യുഅദ്ദിനു വയുഖീമുസ്സലാ, അവൻ ബാങ്ക് വിളിച്ചു, അവൻ നമസ്കരിച്ചു, യഖാഫു മിന്നി, എന്നെ ഭയപ്പെട്ടുകൊണ്ട് അവൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഫഖദ് ഗഫർതു ലിഅബ്ദി വഅദ്ഖൽതുഹുൽ ജന്ന, ഞാൻ അവനെല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു, അവനെ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പ് പറയുന്ന ഒരു കാര്യം, സമയമായി കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കുക എന്നുള്ളത്. നമുക്ക് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് എത്രയോ സൗകര്യങ്ങളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ജമാഅത്തിന്റെ കാര്യത്തിൽ മുടങ്ങുന്നത്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ മുടങ്ങുന്നത് ഈ ദുനിയാവിന്റെ കാര്യം പറഞ്ഞിട്ടല്ലേ? ഈ ദുനിയാവിന്റെ വിഷയം പറഞ്ഞിട്ടല്ലേ നമുക്ക് ഇതൊക്കെ മുടങ്ങണത്?
അതല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു തടസ്സം നമുക്കുണ്ടോ? നിസ്കാരം മുടങ്ങാൻ, ജമാഅത്ത് മുടങ്ങാൻ? ഈ ദുനിയാവല്ലാത്ത അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തല്ലാതെ, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹമല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാരണം നമുക്ക് പറയാനുണ്ടോ? നമ്മുടെ ജോലിയാണ് പ്രശ്നം. നിസ്കാരം മുടങ്ങാനേ നമുക്ക് ജോലിയാ തടസ്സം. നിങ്ങൾക്ക് പറഞ്ഞാൽ മതി എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹു എനിക്ക് നൽകിയ ഈ ഒരു അനുഗ്രഹം അള്ളാഹിനോട് നന്ദി കാണിക്കാൻ എനിക്ക് തടസ്സമാണ്. അള്ളാഹു നൽകിയിട്ടുള്ള ജോലിയാകുന്ന അനുഗ്രഹം, അള്ളാഹു നൽകിയിട്ടുള്ള മക്കളാകുന്ന അനുഗ്രഹം, അള്ളാഹു നൽകിയിട്ടുള്ള സാലറിയാകുന്ന അനുഗ്രഹം, അള്ളാഹു നൽകിയിട്ടുള്ള വീടാകുന്ന അനുഗ്രഹം അള്ളാഹിനോട് നന്ദി കാണിക്കാൻ എനിക്ക് തടസ്സമാണ്. ഇതൊന്ന് പഠിച്ചോനത് തിരിച്ചു നിർത്താലോ. എനിക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ആ ജോലി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. നിന്റെ മക്കളാണോ നിനക്ക് എന്നെ ആരാധിക്കാൻ തടസ്സം? എന്നാ നിന്റെ മക്കളുടെ റൂഹ് ഞാൻ എടുക്കാം. അതിനാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ കാത്തിരിക്കുന്നത്? അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കണം. അവിടെ നമ്മൾ സ്വയം പരിശോധിക്കണം. നമുക്ക് സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നോക്കേണ്ടതെന്നറിയോ? നിസ്കാരം ക്ലിയർ ആണോ അല്ലെന്ന്. വേറൊന്നുമില്ല. ഒരാൾ ഖബറിലെത്തിയാൽ തന്നെ കർമ്മങ്ങളിൽ ഏറ്റവും ആദ്യം ചോദിക്കുകതാ നിസ്കാരം. എന്നിട്ട് ബാക്കി ചോദ്യമുള്ളൂ. അതില്ലാത്ത ഒരാളുടെ കാര്യത്തിൽ വേറെ ചോദ്യങ്ങളില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. എത്രത്തോളം എന്നാൽ സ്വർഗത്തിനൊരു താക്കോലുണ്ട്. സ്വർഗം തുറക്കണമെങ്കിൽ ഒരു താക്കോലുണ്ട്. ആ താക്കോൽ എന്താണെന്നറിയോ? മിഫ്താഹുൽ ജന്ന. സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ അസ്സലാ, നമസ്കാരം. നിസ്കാരമില്ലാത്ത ഒരാൾക്ക് ആ സ്വർഗത്തിന്റെ താക്കോലും ഇല്ല, അത് തുറക്കാനൊട്ട് കഴിയൂല. അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ ആ വിഷയം കാണണം. അശ്രദ്ധമായി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഒരു ശ്രദ്ധ നമുക്കുണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, സ്വർഗം ഉറപ്പ് നൽകുന്ന രണ്ടാമത്തെ ഒരു കാര്യം ഈ നിസ്കാരവുമായി തന്നെ ബന്ധമുള്ളൊരു കാര്യമാണ്. വുളൂഉം ആ വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥനയും വുളൂഇന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കലൊക്കെ. വുളു എടുക്കുക എന്നുള്ളത് തന്നെ ഒരുപാട് പുണ്യം കിട്ടുന്ന കാര്യമാണ്. എപ്പോഴും വുളൂഇലായിരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാര്യമായിട്ട് പറഞ്ഞു. എത്രത്തോളം എന്നാൽ ഒരാൾ വുളു എടുക്കുമ്പോൾ അയാളുടെ കൈ കഴുകുമ്പോൾ ആ കൈകൾ കൊണ്ട് അയാൾ ചെയ്തിട്ടുള്ള ചെറുപാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിങ്ങനെ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അയാൾ മുഖം കഴുകുന്ന സമയത്ത് ആ മുഖത്തിലെ അവയവങ്ങൾ വെച്ചുകൊണ്ട് അയാൾ ചെയ്തിട്ടുള്ള ചെറുപാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. സാന്ദർഭികമായി കൊണ്ട് പറയട്ടെ, വുദു എടുക്കുന്ന സമയത്ത് ഓരോ അവയവങ്ങൾ ചെയ്യുമ്പോഴും പ്രത്യേകം പ്രാർത്ഥനകളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ വുദു മുഴുവനായി കഴിഞ്ഞാൽ, വുദുവിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാ എന്ന് പറയണം. അത് കഴിഞ്ഞ് വുദു നിർവഹിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്നറിയൂ? ആ ഒരു പ്രാർത്ഥന ഒരാൾ നിർവഹിച്ചാൽ സ്വർഗത്തിന്റെ 8 വാതിലുകൾ, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ആ 8 വാതിലും അയാൾക്ക് വേണ്ടി തുറക്കപ്പെടും. എന്നിട്ട് അയാളോട് പറയും, നിനക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ നീ കയറിക്കും. വളരെ ലളിതമായ ഒരു പ്രാർത്ഥന, ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പ്രാർത്ഥന, അതിലേറെ നമ്മൾ അശ്രദ്ധമാകുന്ന ഒരു പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ വുദു എടുത്തു കഴിഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ. വളരെ എളുപ്പത്തിലുള്ള ഒരു പ്രാർത്ഥന. ഒരു പക്ഷേ നമ്മളൊക്കെ വുദു എടുക്കുന്ന ഭാഗങ്ങളിലൊക്കെ അതിന്റെ സ്റ്റിക്കറൊക്കെ വെച്ചിട്ടുണ്ടാകും. ചെറുപ്പം തൊട്ടേ നമ്മൾ മനഃപ്പാടമാക്കിയിട്ടുണ്ടാകും. ഈ ഒരു പ്രാർത്ഥന ഒരാൾ നിർവഹിച്ചാൽ സ്വർഗത്തിന്റെ 8 വാതിലും അയാൾക്ക് വേണ്ടി തുറക്കപ്പെടും. എന്നിട്ട് അയാളോട് പറയും, നീ ഇഷ്ടമുള്ള കവാടത്തിലൂടെ നീ കയറിക്കും. പ്രിയപ്പെട്ടവരെ, വളരെ നിസ്സാരമായ ഒരു കാര്യം, പക്ഷെ കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ്. അത് മാത്രമല്ല, ഒരാൾ വുദു എടുത്തു, അയാൾ വീട്ടിൽ നിന്ന് വുദു എടുത്താലും അല്ല പള്ളിയിലേക്കുള്ള പ്രവേശനത്തിൽ വുദു എടുത്താലും എപ്പോ വുദു എടുത്താലും 2 റക്അത്ത് നിസ്കാരമുണ്ട്. വുദുഇന്റെ 2 റക്അത്ത്, വുദുഇന്റെ 2 റക്അത്ത്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. യാ ബിലാൽ ഹദ്ദിസ്നി ബിഅർജ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. ബിലാലെ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ അമലിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞുതരണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനിങ്ങനെ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് പോയപ്പോ എന്റെ മുന്നിൽ നിങ്ങളുടെ കാലിന്റെ ചെരുപ്പടി ശബ്ദം ഞാൻ കേൾക്കുകയുണ്ടായി.
അതിനു മാത്രം എന്ത് പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? അതെനിക്കൊന്ന് അറിയിച്ചരും, ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത്. ആ സമയത്ത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ അമിൽതു അമലൻ, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു പ്രവർത്തനവും കാര്യമായിട്ടൊന്നും ചെയ്യണമെന്നില്ല, ഞാൻ കാര്യമായി വലിയ പ്രവർത്തനങ്ങളൊന്നും ചെയ്യണില്ല. പക്ഷേ ഞാൻ എപ്പോ വുദു എടുത്താലും ശരി, എപ്പോ വുദു എടുത്താലും 2 റക്അത്ത് നിസ്കരിക്കാതെ ഞാൻ ഇരിക്കില്ല. എപ്പോ വുദു എടുത്താലും 2 റക്അത്ത് നിസ്കരിക്കും. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ പറയുമ്പോൾ പ്രയാസമുള്ള ആളുകളുണ്ടാവും. അവരുടെ ഈമാനിന്റെ കുറവാണത്. ശരിക്കും 2 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 3 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന, 3 മിനിറ്റ് വേണ്ടി മാക്സിമം വേണ്ടി വരും. ചെറിയ ചെറിയ സൂറത്തുകളാണ് ചൊല്ലുക സുന്നത്ത് നമസ്കാരങ്ങളിൽ പലപ്പോഴും. എന്നാൽ ഈ വുദൂ എടുത്തു വന്ന് ഒരാൾ 2 റക്അത്ത് നമസ്കരിച്ചാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ് വലിയ പ്രതിഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എടുത്തു പറഞ്ഞത് പോലും ആ ഒരു വിഷയത്തിലാണെങ്കിൽ നമ്മൾ അശ്രദ്ധമാവാതിരിക്കുക. ഒരു പക്ഷേ ഈ ഒരു ഖുതുബക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടാകും. ഇന്നിതാ നമ്മൾ അറിഞ്ഞു. എപ്പോ വുദു എടുത്താലും, അത് പള്ളിയിലേക്ക് കയറുമ്പോഴാണെങ്കിലും ശരി, അല്ല വീട്ടിൽ നിന്ന് വുദു എടുത്തിട്ട് ഇങ്ങനെ റൂമിലേക്ക് കയറുകയാണെങ്കിലും ശരി, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വുദു എടുത്താലും ശരി, അപ്പോഴെല്ലാം നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നോക്കുക. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. മൂന്നാമത്തെ ഒരു വിഷയം, സ്വർഗം ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, സ്വർഗത്തിലേക്കുള്ള ഒരു എളുപ്പ വഴി നമുക്ക് ഉണ്ട്. ആ എളുപ്പ വഴിയിൽ നമ്മൾ പ്രവേശിക്കുക. സ്വർഗത്തിലേക്ക് എളുപ്പ വഴി ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അങ്ങനെയൊക്കെ ഒരു എളുപ്പ വഴിയൊക്കെ ഉണ്ടാവുമോ? സ്വർഗം എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസാണെന്നല്ലേ, പരീക്ഷണവും ബുദ്ധിമുട്ടും എന്നല്ലേ? അതൊന്നുമില്ലാതെ സ്വർഗത്തേക്ക് എത്താൻ പറ്റുന്നു? സ്വർഗത്തിന് എളുപ്പ വഴി ഉണ്ടെന്നാ പറയണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും സ്വർഗത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരു വിഭാഗം ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരാളുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സലക ത്വരീഖ, ഒരാൾ ഒരു വഴിയിൽ പ്രവേശിക്കുകയാണ്, യൽതമിസു ഫീഹി ഇൽമാ, ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു, അല്ലാഹു അവന് സഹലാക്കി കൊടുക്കും, എളുപ്പമാക്കി കൊടുക്കും, ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി. സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാകണമെങ്കിൽ ദീന് പഠിക്കാന്നുള്ളത്. ദീന് പഠിക്കാൻ വേണ്ടി ഇറങ്ങാം. എത്രയോ തവണ നമ്മുടെ ഈ മിമ്പറിൽ തന്നെ ദീനി പഠനത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അതിന്റെ ഗൗരവത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമ്മൾ ഓരോരുത്തരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. എന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നമ്മളോട് വേറെ ആരുമല്ല, നമ്മൾ ഒറ്റക്കായിട്ട് നമ്മുടെ സ്വന്തത്തോട് ചോദിക്കാം. ഈ ദീനിന്റെ അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം? നമ്മുടെ കുട്ടി മദ്രസ പഠിക്കുന്ന നമ്മളെ കുട്ടി വന്നിട്ടേ അവന്റെ ഖുർആൻ എടുത്തിട്ട് നമ്മളെ കയ്യിൽ തന്നിട്ട് ചോദിക്കാണ്, വാപ്പ ഇതൊന്ന് ഓതിത്തരോ, ഇത് ഓതിയിട്ട് എനിക്ക് മനസ്സിലാവണില്ല, നിങ്ങളൊന്ന് ഓതിത്തരോ എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്ക് എത്ര ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയും? നമ്മളെ കുട്ടിനോട് നമ്മൾ പഠിച്ചു തോന്നണമെന്ന് പറയുന്ന ആൾക്കാരാണ്. അവരെ നമ്മളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്ന ആൾക്കാരാണ്. ദീനിന്റെ ഓരോ സദസ്സുകളും അന്വേഷിച്ചുകൊണ്ട് എത്തിക്കുന്നവരാണ് നമ്മൾ. ഒരു പക്ഷേ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ, എന്റെ മോനെയും കൊണ്ട് ഞാൻ വരാന്ന് പറയുന്നവരാണ്. ശരി, അതൊക്കെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കുട്ടി നമ്മളെ വിലയിരുത്തുന്ന ഒരു കാര്യമില്ലത്. നമ്മളെ കുട്ടി നമ്മളോട് ചോദിക്കാം, അപ്പൊ അതൊന്ന് ഓതിത്തരുന്ന് പറഞ്ഞാലേ അതിനെന്താ നമ്മൾ മറുപടി പറയാ? ആ കുട്ടിന്റെ ചിലപ്പോ ഒന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് അവനെ അവിടുന്ന് മാറ്റാൻ നമുക്ക് കഴിയും. പക്ഷെ ആ കുട്ടിന്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്, വാപ്പ എന്നോട് ഇങ്ങനെ ഖുർആനിന്റെ കാര്യം പറയുന്നുണ്ട്, വാപ്പാക്ക് ഇതൊരു ഖുർആൻ ഓതാൻ അറിയില്ല. ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സംശയം, നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള സംശയം, അതിലുള്ള ഏതെങ്കിലും ഒരു പ്രാർത്ഥന, അതിന്റെ ഒരു അർത്ഥം നമ്മുടെ കുട്ടി നമ്മളോട് ചോദിച്ചാലേ അവിടെ തീർന്നില്ലേ നമ്മളെ എല്ലാ ആ ഇമേജും അല്ലേ? അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താ ഇനി നമ്മൾ ഇറങ്ങാത്തത്? എന്താ? എത്രയോ കാലമായി നമ്മൾ തീരുമാനിക്കുന്നുണ്ട്, ഞാൻ തുടങ്ങണം, എനിക്ക് പഠിക്കാൻ തുടങ്ങണം, എനിക്ക് ഓതാൻ പഠിക്കണം, ഞാൻ ഇന്ന കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങണം. സുബ്ഹാനല്ലാഹ്, എത്ര കാലമായി. ഞാൻ ഒരിക്കലും ഇതൊരു കുറ്റപ്പെടുത്തലിന്റെ വാക്കല്ല കേട്ടോ.
നമ്മൾ സ്വന്തത്തോട് ചോദിച്ചു, എത്ര കാലം നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്? എന്നാ നമ്മളിഞ്ഞ് പഠിക്കുക? മഹാനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് അതുകൊണ്ട് ചരിത്രം നിങ്ങൾക്ക് അറിയോ? ഓരും ദുനിയാവിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഓരും വീട് വെച്ച ആൾക്കാർ തന്നെയാണ്. അവർക്കും കച്ചവടം ഉണ്ടായിരുന്നു, അവർക്കും ബിസിനസ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും ദീന് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയില്ലേ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. മക്കയിലെ അറിയപ്പെട്ട കച്ചവടക്കാരനായിരുന്നു. മദീനത്തെത്തിയിട്ടും അദ്ദേഹം കച്ചവടം തുടർന്നിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകും എന്നുള്ള ഖുർആനിന്റെ ആയത്ത് സ്വഹാബത്തിന്റെ മനസ്സിലേക്ക് ഓതിക്കൊടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അതിനെക്കുറിച്ച് പിന്നീട് സ്വഹാബിമാര് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആനിൽ അവഗാഹം ഉണ്ടായിരുന്നത് അബൂബക്കറിനാണെന്നുള്ള തെളിവാണത്. ഓരും കച്ചവടം ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദിവസത്തെ എങ്ങനെ മാറ്റിയിരുന്ന അറിയോ? അദ്ദേഹം മുഹാജിറാണ്, മക്കക്കാരനാണ്. മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ അയൽവാസിയായ ഒരു അൻസാരി ഉണ്ട്, അഥവാ മദീനക്കാരനായ സ്വഹാബി. ആ മദീനക്കാരനായ സ്വഹാബിയോട് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ടൈപ്പിലെത്താണ്, ഒരു തീരുമാനത്തിലെത്താൻ രണ്ടാളും കൂടി. ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഇന്ന് ഞാൻ ജോലിക്ക് പോകാം, ഇന്ന് നീ ഒരു കാര്യം ചെയ്യും, നബിന്റെ സദസ്സിലേക്ക് പോകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം കാര്യങ്ങൾ ദീനിൽ പഠിപ്പിക്കുന്നുണ്ടോ അതൊക്കെ നീ വന്നിട്ട് എനിക്ക് പറഞ്ഞു തരണം. ഞാൻ ജോലിക്ക് പോയിട്ട് കിട്ടുന്നത് എന്താണോ അതിനെ ഞാൻ പകുതി അണക്ക് തരാം. സുബ്ഹാനല്ലാഹ്. പിറ്റത്തെ ദിവസം അയാൾ ജോലിക്ക് പോകും, ഉമർ റളിയല്ലാഹു അൻഹു നബിന്റെ സദസ്സിലേക്ക് പോകും. അങ്ങനെ ദീന് പഠിച്ച ആളുകൾ. അതുകൊണ്ടാണ് ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് എത്രയോ തവണ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന സമയത്ത് റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയുന്നത്. എത്ര കാലായി ആ ഒരു പ്രാർത്ഥന തെർളിയത്ത് അവർക്ക് കിട്ടുന്നത്. എന്താണ് ആ തെർളിയത്ത്? അള്ളാഹുവിന്റെ തൃപ്തി അവരുടെ മേലുണ്ടാവട്ടെ, അള്ളാഹിന്റെ തൃപ്തി ഉണ്ടാവട്ടെ, അള്ളാഹിന്റെ തൃപ്തി ഉണ്ടാവട്ടെ. വെറുതെ ഒന്നും കിട്ടുന്നതല്ല പ്രിയപ്പെട്ടവരെ. അവിടെയൊക്കെ ത്യാഗത്തിന്റെ ജീവിതം ഉണ്ടായിട്ടുണ്ട് അവർക്ക്. അവിടെ നമ്മൾ ആലോചിക്കുക, നമ്മൾ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 5 മണി അല്ല 6 മണി 8 മണി കൂട്ടിക്കോ, 8 മണിക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയാലും ബാക്കിയുള്ള സമയല്ലേ, രാവിലെയുള്ള സമയല്ലേ? എന്തേ നമ്മൾ പഠിക്കാത്തത്? എന്തേ നമുക്ക് പഠിക്കാൻ തോന്നാത്തത്? നമുക്ക് എന്ത് കാരണം പറയാനുള്ളേ? നമുക്ക് ഖുർആൻ ഓതാതിരിക്കാൻ, ഖുർആൻ പഠിക്കാതിരിക്കാൻ, ഓതാൻ അറിയാതിരിക്കാൻ എന്ത് കാരണം അള്ളാഹിനോട് പറയാനുണ്ട്? അള്ളാഹിനോട് പറയാനുള്ളത് ഞാനൊരു കുറ്റപ്പെടുത്തലിന്റെ വാക്കല്ലത്. നമ്മുടെ മൊബൈലിൽ വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വേറെ എന്തെല്ലാം ആപ്പുകളുണ്ടോ അതെല്ലാം ഉണ്ട്. അതേ ഫോണിൽ നമുക്ക് ഖുർആനിന്റെ ആപ്പും കിട്ടും, പീസ് റേഡിയോ കിട്ടും, നിരന്തരമായി ഖുർആൻ ദീന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടും. ഓരോന്നും എഴുതി പഠിക്കാൻ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്. ഇനി എന്താ അതിന്റെ അപ്പുറം കിട്ടണ്ടേ? ഇനി ഇതൊന്നും പോരാ, എനിക്ക് നേർക്ക് നേരെ പഠിക്കണമെന്നാണെങ്കിൽ ഏതൊരു പള്ളിയിലുള്ള ഉസ്താദിനോട് ചെന്നിട്ട് എനിക്കൊന്ന് ഖുർആൻ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന ഒരാളും ഉണ്ടാവില്ല. ഏത് സംഘടനയിൽപ്പെട്ട ഉസ്താദാണെങ്കിലും ശരി. ഖുർആൻ ഇപ്പം ആർക്കും വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും റെഡിയാകും. നമ്മുടെ ഈ പള്ളിയുടെ കീഴിൽ എല്ലാ തിങ്കളാഴ്ചയും ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. നമുക്ക് സമയമല്ല, നമ്മൾ തിരക്കിലാണ്. പ്രിയപ്പെട്ടവരെ, കുറ്റപ്പെടുത്തല്ല കേട്ടോ. നമ്മൾ എന്താ അള്ളാഹിനോട് പറയാന്നുള്ളത് സ്വയം ഒന്ന് പരിശോധിച്ചോളി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മളൊക്കെ പേര് മുസ്ലിം ആയതുകൊണ്ടേ, അല്ലെങ്കിൽ ഞാൻ എന്നെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെടുന്നാണോ വിചാരിക്കണത്? 10-40 കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, 50 കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, 40 കൊല്ലമായി നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, ഇപ്പോഴും നിസ്കാരത്തിലുള്ള ഒരു പ്രാർത്ഥന അതിൻ്റെ അർത്ഥത്തോടു കൂടി ഒന്ന് പറഞ്ഞാലേ നമുക്ക് കഴിയൂല. ഒന്നുകൂടി ചോദിക്കട്ടെ, മദ്രസയിൽ നമ്മൾ എത്രാം ക്ലാസ് വരെ പഠിച്ചത്? സ്കൂളിലൊരു പക്ഷേ 10ഉം +2ഉം ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. മദ്രസയിൽ എത്ര വരെ പഠിച്ചു? മാക്സിമം പറയും 4ാം ക്ലാസ് 5ാം ക്ലാസ്. ശരി, ആ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിച്ച ഹിഫ്ള് ഉണ്ടല്ലോ, നമ്മൾ മനപ്പാടമാക്കിയ ആ ഒരു വാക്ക്, സൂറത്തുകൾ, അതിനപ്പുറത്തേക്ക് അന്ന് നമ്മൾ പഠിച്ച 15 കൊല്ലങ്ങൾക്ക് മുമ്പ് 20 കൊല്ലങ്ങൾക്ക് മുമ്പ് മദ്രസ നമ്മൾ നിർത്തുന്ന സമയത്ത് എത്രയാണോ പഠിച്ചത് അതിനപ്പുറത്തേക്ക് ഒരു സൂറത്തെങ്കിലും, ഒരൊറ്റ സൂറത്തെങ്കിലും പിന്നീട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സ്വന്തത്തോടൊന്ന് ആലോചിക്കുക. പടച്ചോൻ എല്ലാ അനുഗ്രഹങ്ങൾ തന്നിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ ഈ ദുനിയാവിന് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, ദീന് പഠിക്കാതെ
സ്വർഗത്തിലേക്ക് എത്താൻ കഴിയൂലട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാ പറയുന്നത്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വർഗത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ അത് ദീന് പഠിക്കല. ദീന് പഠിക്കുമ്പോൾ നമ്മൾ അതനുസരിച്ചു കൊണ്ടുള്ള ജീവിതം ഉണ്ടാകും. അപ്പൊ അതാ നമ്മൾ ഖുത്ബക്ക് വന്നു, ഇവിടെ ദീന് പഠനം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വുളു എടുത്തു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ എന്താണ്, പ്രാർത്ഥന നമ്മൾ പഠിച്ചു, ഇന്നു മുതൽ നമ്മൾ നിർവഹിക്കും. വുളുവിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കും. അതൊക്കെ സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴികളാണ്. അതേപോലെ തന്നെ ഓരോ ക്ലാസ്സിലും നമുക്ക് സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴികൾ ഉണ്ടാകും. അത് നമ്മൾ പൂർണ്ണമായി തന്നെ കൊണ്ടുപോകണം. ഇനി നാലാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നല്ല മനസ്സിന്റെ ഉടമയാകുന്നത്. സ്വർഗം ഉറപ്പ് കിട്ടുന്ന ഒരു കാര്യം നല്ല മനസ്സിന്റെ ഉടമയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഇങ്ങനെ കൂടിയിരിക്കുക. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ലു അലൈക്കുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. എന്താ ഇപ്പോ ഇങ്ങോട്ട് ഒരാൾ, സ്വർഗാവകാശിയായ ഒരാൾ വന്നിട്ട് ഇപ്പൊ എത്തി നോക്കട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോളിന്നു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ്. സ്വഹാബിമാർ എല്ലാവരും ആ ഭാഗ്യവാൻ ആരാന്ന് വിചാരിച്ചിങ്ങനെ നോക്കുമുണ്ട്. ഒരാളിങ്ങനെ വുളു എടുത്ത് അയാൾ മുഖമൊക്കെ കഴുകി, അയാള് ആ മുഖത്തൊക്കെ വെള്ളമുണ്ട്, ഇടത്തെ കയ്യിൽ അയാളുടെ ചെരുപ്പും പിടിച്ചിട്ടുണ്ട്. അയാൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കി, എന്നിട്ട് അയാൾ ഇങ്ങനെ പോയി. സ്വഹാബിമാർ ആകെ അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സത്യമാണ്, അതോ യാതൊരു സംശയമില്ല. അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ പ്രയോഗം പറഞ്ഞു. സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പം ഇങ്ങോട്ട് എത്തി നോക്കുന്നുണ്ട്. അന്നും അതേ വ്യക്തി വന്നു. കഴിഞ്ഞ ദിവസം എങ്ങനെയാണോ അതുപോലെ വുളു എടുത്ത് തൻ്റെ ഇടത്തെ കയ്യിൽ ആ ചെരുപ്പും പിടിച്ചിട്ട് ഇങ്ങനെ എത്തി നോക്കി, വീണ്ടും പോയി. മൂന്നാമത്തെ ദിവസം ഇതേപോലെ സംഭവിച്ചു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹുവിന് സംശയം, എന്താ അപ്പൊ ഇതിൻ്റെ ഒരു കാരണം? അദ്ദേഹം നേരെ ഈ വ്യക്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ വാപ്പയും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു 3 ദിവസത്തിന് വീട്ടിൽ പോകണില്ല എന്ന് തീരുമാനിച്ചു. ഞങ്ങളെ വീട്ടിലും കെട്ടിവെച്ചു. അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ നിന്നോളി. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് ഈ വ്യക്തി എന്താണ് കൂടുതൽ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 3 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. മൂന്നാമത്തെ ദിവസം അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ നിന്നത് ഞാനും ബാപ്പിയും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം എന്താ ഇപ്പം ഇതിന് മാത്രം നിങ്ങൾ ചെയ്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നത്. ഞങ്ങൾ ചെയ്യണത് അപ്പുറത്തേക്ക് നിങ്ങളൊന്നും ചെയ്യണമെന്നില്ല. സാധാരണ ഞങ്ങളൊക്കെ ചെയ്യണത് തന്നെയുള്ളൂ, നിങ്ങളും ചെയ്യണം. പിന്നെ ഇപ്പം എന്താ പ്രത്യേകത? ആ സമയത്ത് ആ വ്യക്തി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്, കൂടുതലായിട്ടൊന്നും ഞാൻ ചെയ്യണില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഒരു കാര്യം, എനിക്ക് വിശ്വാസിയായ ഒരാളെക്കുറിച്ചും ഒരാക്ഷേപമോ ഒരു പരദൂഷണമോ ഒരു അസൂയയോ ഒരു വെറുപ്പോ ഒരാളോട് എനിക്കില്ല. ഒരു പക്ഷെ അതായിരിക്കാം. അത് കേട്ടതും അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നാൽ അത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയാസകരമായതും ഒരു പക്ഷെ അത് തന്നെയായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയിരിക്കും. തൻ്റെ വിശ്വാസിയായ സഹോദരനെ കുറിച്ച് ഒരു വെറുപ്പില്ലാതിരിക്കുക, ഒരാൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലൊരു വിഷമമില്ലാതിരിക്കുക, ഒരു പ്രയാസം, എന്താ ഓനിക്ക് കിട്ടിയത്, എന്താ എനിക്ക് കിട്ടാത്തത്, എന്താ അവർക്ക് മാത്രം അത്ര സമ്പത്ത്, എന്താ ഇവർക്ക് മാത്രം ഇന്ന ജോലി കിട്ടി, ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലാതിരിക്കുക. നല്ല മനസ്സിൻ്റെ ഉടമയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്വർഗം ഉറപ്പാണെന്നുള്ളതാണ് ഈ ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. 5-ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് ജീവിക്കാം. അങ്ങനെയുള്ള ആളുകൾക്കും സ്വർഗം ഉറപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ കടക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. വിസമ്മതിച്ചവരല്ലാത്ത എല്ലാവരും സ്വർഗത്തിൽ കടക്കും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മയ്യ അബാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ഈ വിസമ്മതിച്ചവർ എന്ന് പറഞ്ഞാൽ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അത്വഅനി ദഖലൽ ജന്ന. ആരാണോ എന്നെ അനുസരിച്ച് ജീവിക്കുന്നത് അവനക്ക് സ്വർഗ്ഗമുണ്ട്. വമൻ അസാനി ഫഖദ് അബാ. ആരാണോ എന്നോട് വിരോധം വെക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോൾ, ഒരു ഹദീസ് പറയുമ്പോൾ അതിന് എതിരായിട്ട് നിൽക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തോട് ഒരു തൃപ്തിക്കുറവ് കാണിക്കുക, അങ്ങനെയുള്ള ആളുകളാണ് എന്നോട് വിരോധം വെച്ച ആളുകൾ, അവർക്ക് സ്വർഗ്ഗമില്ല. പ്രിയപ്പെട്ടവരെ, ഈ വാചകം നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേൾക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അറിയുമ്പോൾ അതിനോടൊരു വിരോധത്തോടു കൂടി ഒരു വിദ്വേഷത്തോടു കൂടി നിൽക്കേണ്ടവരല്ല വിശ്വാസി എന്നതുകൂടി മനസ്സിലാക്കുക. ഈ പറയപ്പെട്ട 5 കാര്യങ്ങളും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളായി എണ്ണിയിട്ടുള്ളതാണെങ്കിൽ ഈ 5 കാര്യവും കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുപോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കലനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയത്. 2 ആഴ്ചകൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നടന്ന ഒരു ആക്സിഡൻ്റാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചതെങ്കിൽ, ഒരു പക്ഷേ ഇന്നലെ നമ്മുടെ ജില്ലയിൽ ഉണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. ഞാൻ ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് പോലും 100 കണക്കിന് 1000 ആളുകളാണ് ആ 4 കുട്ടികളെ കാണാൻ വേണ്ടി, അവരുടെ മയ്യത്ത് കാണാൻ വേണ്ടി മഴ പെയ്യുന്ന സമയത്ത് പോലും കാത്തു നിൽക്കുന്നത്. അതിൽ ആ കുട്ടികളുടെ പ്രായമുള്ള ഒരു പക്ഷേ അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്നത് കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മക്കൾക്കും സ്വർഗം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച അതേ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. പല കാരണങ്ങളും പലതും പറയാനുണ്ടാകും. റോഡിനെക്കുറിച്ചും മഴയെക്കുറിച്ചും ഒക്കെ പറയാനുണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയും? അള്ളാഹുവിൻ്റെ ഒരു അജൽ എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹു നിർണയിച്ച ഒരു വിധി എത്തിക്കഴിഞ്ഞാൽ, അവധി എത്തിക്കഴിഞ്ഞാൽ അത് സംഭവിക്കും. ഒരു പക്ഷെ നമ്മുടെ മക്കളുടെ പ്രായം ഉണ്ടാകുള്ളൂ. 13 വയസ്സാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കണം 4 കുട്ടികൾ. ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളായിരിക്കും. ജീവിതത്തിലേക്ക് നിങ്ങളെ പാറിപ്പറന്ന് നടക്കുന്ന ഒരു പ്രായമായിരിക്കും. അവരുടെ ഉമ്മയും ഉപ്പയും ഒക്കെ എത്ര വലിയ വിഷമത്തോടു കൂടിയായിരിക്കും ഉണ്ടാകുക. ഒരു പക്ഷേ ഇന്നത്തോടു കൂടി നമ്മളിത് മറന്നു എന്ന് വരാം. പക്ഷെ ആ വീടിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കാണിച്ചു. തീർത്താൽ തീരാത്ത നോവായി മാസങ്ങളും വർഷങ്ങളും കഴിയുന്നൊരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കും മാറാവട്ടെ. നമ്മൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിനപ്പുറത്തേക്കൊന്നും പോകാനില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ടാകും. എന്നാൽ എത്രയൊക്കെ നമ്മൾ ആഗ്രഹിച്ചാലും, എത്രയൊക്കെ നമ്മൾ താല്പര്യപ്പെട്ടാലും ഇതാണ് ജീവിതം. ഒരു പക്ഷേ ഇതിനെപ്പോലും അള്ളാഹ്ക്കുള്ള നിഷേധമായിട്ട് കൊണ്ടിടക്കാൻ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. എവിടെ നിങ്ങളെ പഠിച്ചോന്ന് ഇവിടെയും ചോദിക്കുന്ന ആൾക്കാർ. സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടേണ്ടത്? ഈ കുട്ടികൾ ഒരു 20 വയസ്സിൽ മരിക്കുകയാണെങ്കിൽ അപ്പോഴും പറയും എന്തേ പടച്ചോൻ ഇങ്ങനെയാണ്. ഈ കുട്ടികൾ കല്യാണം കഴിഞ്ഞ് ഉമ്മമാരായി കഴിഞ്ഞാൽ അപ്പോഴും ചോദിക്കും എന്തേ പടച്ചോൻ ഇങ്ങനെയാണ്. പടച്ചോൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പോഴും അള്ളാനെ വിമർശിക്കാനും അള്ളാനെ കുറ്റപ്പെടുത്താനും വേണ്ടി സംസാരിക്കുന്നവരും അതിന് വിരൽ ചലിപ്പിക്കുന്നവരൊക്കെ ഇപ്പോഴും ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ റഹ്മാനാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. നമ്മളും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്, നമ്മളും റോഡ് സൈഡിലൂടെ നടക്കുന്നവരാണ്. റബ്ബിൻ്റെ ഒരു ഖദർ എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഒരു അജൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഒരു പക്ഷേ അടുത്ത ആഴ്ച ഇത് പറയാനോ കേൾക്കാനോ നമ്മൾ ഉണ്ടാകണമെന്നില്ല. അത്രയും ദുർബലരാണ്. ഖുലിഖൽ ഇൻസാനു വഈഫ. ഏറ്റവും ദുർബലമായിക്കൊണ്ടാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ഒരു വാചകം നമ്മൾ മറക്കാതിരിക്കുക. നമ്മളൊക്കെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക. നമ്മുടെ മക്കളോടും നമ്മുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒക്കെ വിരോധവും വിദ്വേഷമൊക്കെ ഒഴിവാക്കുക. എല്ലാവരോടും സ്നേഹത്തോടു കൂടി നിൽക്കുമ്പോൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള, അള്ളാഹുവിൻ്റെ വിധി വന്നാലും അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു മരണം നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഈ മരണപ്പെട്ടുപോയ കുട്ടികൾക്ക് അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം നൽകുമാറാവട്ടെ. അവർക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈമാനുള്ള ഒരു മരണം അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. ذلك الكتاب لا ريب فيه هدى للمتقين. ആ ഗ്രന്ഥം, അതിൽ സന്ദേഹമേ ഇല്ല, അത് മാർഗദർശനമത്രേ.
സൂക്ഷ്മത പാലിക്കുന്നവർക്ക്. വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാർഗദർശിയായിട്ടുണ്ടോ? നമ്മുടെ പ്രാമാണിക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര വചനങ്ങൾ നിങ്ങൾക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഉൾക്കൊണ്ട് പാരായണം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചു നോക്കൂ. ഭൗതിക സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളെ വിശുദ്ധ ഖുർആൻ പഠനത്തിൽ നിന്ന് അകറ്റുന്നത്. എങ്കിൽ പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം നിങ്ങൾക്കുള്ളതാണ്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് പീസ് റേഡിയോയിൽ, കൂടാതെ റിവൈൻഡ് ഓപ്ഷൻ വഴി വീണ്ടും കേൾക്കാനുള്ള അവസരവും. കൃത്യമായ സിലബസും മൂല്യനിർണയ സംവിധാനങ്ങളുമായി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിന്റെ പുതിയ മൊഡ്യൂൾ ഡിസംബർ 16 ആരംഭിക്കുന്നു. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ പുതിയ ഫീച്ചറുകൾ കഴിഞ്ഞ ദിവസം പ്രൊഫഷണൽ ഫാമിലി കോൺഫറൻസിൽ ലോഞ്ച് ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. എല്ലാ ഫീച്ചറുകളും ലഭ്യമാകാൻ പീസ് റേഡിയോ അപ്ഡേറ്റ് ചെയ്ത് കോഴ്സ് ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യുക. താങ്കളും കുടുംബവും ഈ സംവിധാനത്തിന്റെ ഭാഗമാവില്ലേ? പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.